അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എ ഇൻ ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ അതിൽ ഹെൽത്ത് കെയർ നമുക്കിപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലൊരു അത്യന്താപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലിപ്പോൾ നമുക്കിപ്പോൾ എഐൻ്റെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് നമുക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മെയിനായിട്ടുള്ള എ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് നമുക്കിതിൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് രോഗം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ കൃത്യമായ ഡയഗ്നോസിസ് നമുക്ക് ഇതിന് നൽകാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഡിസീസ് ഡയഗ്നോസിസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ആണ് വരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ AI മോഡൽസ്, എക്സ്റേ, MRI, CT സ്കാൻ ഇതിലൊക്കെ നമുക്ക് രോഗലക്ഷണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ലങ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഫ്രാക്ചേഴ്സ് ഇതൊക്കെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ഇത് AI സിസ്റ്റം എന്ന് പറയുന്നത് റേഡിയോളജിസ്റ്റിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ട് എന്താ പറയുക പേഷ്യൻസിന് വേഗത്തിൽ തന്നെ പാറ്റേൺസ് തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡ് ഇത് നൽകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ പ്രെഡിക്റ്റീവ് അനാലിസിസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഹെൽത്ത് ഒക്കെ ഇത് അനലൈസ് ചെയ്തിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ അത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ രോഗലക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അത് AI പ്രെഡിക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് നൽകും. അപ്പോൾ ഡയബറ്റിക്സ് പേഷ്യൻസിൻ്റെ ഷുഗർ ലെവലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു ഇതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ റിസ്ക് മുൻകൂട്ടി നമുക്ക് തിരിച്ചറിയാം. അതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും പറയാം. പിന്നെ തേർഡ് വൺ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. അതിലിപ്പോൾ AI പേഷ്യൻസ് അവരുടെ ജെനറ്റിക്സ്, ലൈഫ് സ്റ്റൈൽ, പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തിരുന്നതാണ് ഇതിനെ പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ അതിൻ്റെ കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനൊരു എല്ലാ വ്യക്തികൾക്കും ഒരു സെയിം മെഡിസിൻ സൈക്കിൾ നമ്മൾ യൂസ്. ഇപ്പോൾ AI കൊണ്ട് നമുക്കിപ്പോൾ ടൈലർ മെയ്ഡ് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ഇത് പോസിബിൾ ആണ്. പിന്നെ ഡ്രഗ് ഡിസ്കവറി ആണ് ഇതിന്റെ അടുത്ത ടോപ്പിക് വരുന്നത്. അതിലിപ്പോൾ പുതിയ മരുന്നുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള വർഷങ്ങൾ എടുക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് AI മോളിക്കുലർ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ പൊട്ടൻഷ്യൽ ഡ്രഗ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ COVID-19 പാൻഡമിക്കിൽ ഇപ്പോൾ ഡ്രഗ് ഡിസ്കവറി ഒക്കെ ഇതിൽ AI ഒരു മേജർ റോൾ തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. പിന്നെ ഫിഫ്ത്ത് ആണ് ഇതിൻ്റെ വെർച്വൽ ഹെൽത്ത് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AI ബേസ്ഡ് ചാറ്റ് ബോട്ട്സ് ആണ്. നമുക്കിപ്പോൾ ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചാറ്റ് ബോട്ട് അസിസ്റ്റൻസ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അത് 24/7 ആയിട്ട് നമുക്ക് ഹെൽത്ത് കെയർ സപ്പോർട്ടൊക്കെ നൽകുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് അപ്പോയിൻമെന്റ് ബുക്കിംഗ്, പിന്നെ മെഡിക്കേഷൻ റിമൈൻഡേഴ്സ്, സിമ്പിൾ ഹെൽത്ത് കെയർ ടിപ്സ് ഒക്കെ. പിന്നെ ഇതോടെ ഡോക്ടേഴ്സിന് ഭയങ്കര വർക്ക് ലോഡ് കുറയുന്നുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഓട്ടോമേഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക്. അതിലിപ്പോൾ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ബില്ലിംഗ്, റിപ്പോർട്ട് ജനറേഷൻ, പേഷ്യന്റ് ഡാറ്റ മാനേജ്മെന്റ് എല്ലാം നമുക്ക് ടൈം കൺസ്യൂമിങ് അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി വരും. പിന്നെ AI സിസ്റ്റംസ് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാഫിന് കൂടുതൽ സമയം പേഷ്യന്റ് കെയറിൽ വേണ്ടി ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ IBM വാസ്റ്റൺ ഹെൽത്ത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അത് നമുക്കിപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഇതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഗൂഗിൾ ഡീപ് മൈൻഡ് ആണ്. അതായത് ഇപ്പോൾ ഡിസീസ് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ളൊരു റെക്ടിഫൈ ചെയ്ത് AI ടൂൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ AI പവേർഡ് വെയറബിൾസ് ആണ്. എന്ന് വെച്ചാൽ സ്മാർട്ട് ഫോൺസ് പോലുള്ള ഡിവൈസ് എല്ലാം നമുക്ക് ഹാർട്ട് റേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ഡയഗ്നോസിസ് ആണ്. അതിലിപ്പോൾ എന്താ പറയുക ഹൈ അക്യുറസി കാര്യങ്ങളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോസ്റ്റ് റിഡക്റ്റീവ് ആണ്. പിന്നെ ബെറ്റർ ആക്സസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതിന്റെ ചലഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡാറ്റ പ്രൈവസി, അതിലിപ്പോൾ പേഷ്യൻസിന് ഡാറ്റ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ ബയാസ്, ഡാറ്റ സെറ്റ് ശരിയായി കൊടുത്തില്ലെങ്കിൽ ഇത് ഫാൾട്ട് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഹ്യൂമൻ AI കൊളാബറേഷൻ ആണ് ഇതിൻ്റെ ഒരു ചലഞ്ചായി വരുന്നത്. അതായത് നമുക്കിപ്പോൾ AI ടൂൾസ് ഡോക്ടേഴ്സിനെ ഇപ്പോൾ റീപ്ലേസ് ചെയ്യുന്നില്ല, പക്ഷേ ഇതൊരു സപ്പോർട്ട് എന്ന രീതിക്കാണ് ഇത് വരുന്നത്. പിന്നെ കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ AI ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിക്ക്.